الحمد لله الذي خلق الإنسان علمه البيان. الحمد لله الذي أنزل القرآن في شهر رمضان هدى للناس وبينات من الهدى والفرقان. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമളാൻ അതിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ രാവുകളും പകലുകളും എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നും വരാനിരിക്കുന്ന രാപ്പകലുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ എല്ലാ നന്മകളും നേടിയെടുക്കുവാനും ഓരോ നിമിഷവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജമാഅത്ത് നമസ്കാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ടും വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടും പുണ്യകർമ്മങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ടും ദാനധർമ്മങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ടും ഈ റമളാനിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിൽ അല്ലാഹു നോമ്പ് നിയമമാക്കിയിട്ടുള്ളത് റമളാനിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്നതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ ഏത് സന്ദേശമാണോ മനുഷ്യകുലത്തിന് നൽകുന്നത്, ആ സന്ദേശം ജനസമൂഹത്തിലേക്ക് കൈമാറാൻ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും
നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും കൈമാറാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമുക്കറിയാം, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, അഥവാ ഏകദൈവത്വത്തിലുള്ള വിശ്വാസമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും മൗലികമായ ആശയം. ഈ ആശയത്തിന് താഴെ നിന്നുകൊണ്ട് മനുഷ്യനുമായി ബന്ധപ്പെട്ട മൗലികമായ കാഴ്ചപ്പാടുകളും ഇസ്ലാം അവതരിപ്പിക്കുന്നുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ മഹത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ലോകത്ത് ജനിച്ചു ജീവിക്കുന്ന ഓരോ മനുഷ്യനും മഹത്വമുള്ളവനാണ്, പവിത്രതയുള്ളവനാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും ചൊവ്വായ മൂശയിലാണ് നാം വാർത്തെടുത്തിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരുടെയും രക്തവും അഭിമാനവും സമ്പത്തും പവിത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യനെ വധിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുന്നത് മനുഷ്യകുലത്തെ തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നതിന് തുല്യമാണെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യനെ കുറിച്ച് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന, ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന മൗലികമായ ഒരു തത്വമാണ് മനുഷ്യന്റെ മഹത്വം. രണ്ടാമത്തെ തത്വം മനുഷ്യ സമൂഹത്തിന്റെ ഏകത്വമാണ്. നിങ്ങളെല്ലാവരും ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും പിറന്നിട്ടുള്ളവരാണ്. യൂറോപ്പിൽ പരിഷ്കൃതരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വെളുത്ത സമൂഹം മുതൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത വർഗക്കാരായ ആദിവാസികൾ വരെ ഒരൊറ്റ മാതാപിതാക്കളുടെ സന്താനങ്ങളാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നും. മനുഷ്യ സമൂഹത്തിന്റെ ഏകത്വത്തെ സൂചിപ്പിക്കുവാൻ ഇതിനേക്കാൾ സമഗ്രമായ, ഇതിനേക്കാൾ സംക്ഷിപ്തമായ മറ്റൊരു വചനം ഉണ്ടാവുകയില്ല. നിങ്ങളിൽ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമുണ്ട്, വ്യത്യസ്ത ജാതികളും ഉപവിഭാഗങ്ങളുമുണ്ട്, വ്യത്യസ്ത ദേശങ്ങളിൽ വസിക്കുന്നവരുണ്ട്. എന്നാൽ വംശീയവും ദേശീയവുമായ ഈ വിഭിന്നത, ഗോത്രപരവും വർഗപരവുമായ ഈ വൈജാത്യം നിങ്ങൾ തമ്മിൽ ഉച്ചനീചത്വം കൽപ്പിക്കുന്നതിന് വേണ്ടിയല്ല, തമ്മിൽ ശത്രുത പുലർത്തുന്നതിനു വേണ്ടിയുമല്ല, മറിച്ച് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് എന്നാണ് ഖുർആന്റെ അധ്യാപനം. മൂന്നാമതായി ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയം മനുഷ്യന്റെ സമത്വമാണ്. ദേശം കൊണ്ടോ വംശം കൊണ്ടോ ജന്മം കൊണ്ടോ മനുഷ്യർക്കിടയിൽ ഒരു വ്യത്യാസവും കൽപ്പിക്കുവാൻ പാടില്ല. മനുഷ്യർക്കിടയിൽ വല്ല വ്യത്യാസവും കൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ഏതെങ്കിലും മനുഷ്യന് കൂടുതൽ മഹത്വമുണ്ടാവുകയും ഏതെങ്കിലും മനുഷ്യന് മഹത്വം കുറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ
അത് ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഭാഷയുടെയും വേഷത്തിന്റെയും ദേശത്തിന്റെയും വംശത്തിന്റെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് അത് ജീവിതത്തിൽ എത്രമേൽ സൂക്ഷ്മത കാണിക്കുന്നു എന്നതിനെ അനുസരിച്ച് മാത്രമായിരിക്കും. അപ്പോൾ മനുഷ്യന്റെ സമത്വം, മനുഷ്യ സമൂഹത്തിന്റെ ഏകത്വം, മനുഷ്യ സമൂഹത്തിന്റെ സമത്വം, ഇതാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ കുറിച്ച് അവതരിപ്പിക്കുന്ന മൗലികമായ അധ്യാപനങ്ങൾ. ഈ അധ്യാപനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിശ്വാസിക്ക്, അല്ലെങ്കിൽ ഒരു വിശ്വാസി സമൂഹത്തിന്, അതുമല്ലെങ്കിൽ ഒരു വിശ്വാസ രാഷ്ട്രത്തിന് അവരുടെ മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിക്കേണ്ടി വരുന്ന ഒരാശയമുണ്ട്. അതാണ് അൽ അദ്ൽ, അൽ ഖിസ്ത്, നീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുടെ, ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു വംശത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ മൗലികമായ മുദ്രാവാക്യമാണ്, മൗലികമായ അജണ്ടയാണ് നീതി എന്ന് പറയുന്നത്. അല്ലാഹു നീതി ചെയ്യണം എന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാവുക, നീതിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട്. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവുക, അല്ലാഹുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ നീതി എന്നത് ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ ഒരു മുദ്രാവാക്യം. അല്ലാഹുവിന്റെ ഏറ്റവും സവിശേഷമായ ഒരു ഗുണമായി അദിലിനെ അല്ലാഹു ഉയർത്തിപ്പിടിക്കുന്നു. അല്ലാഹുവിന്റെ അടിയാറുകൾക്ക് അദിൽ അല്ലെങ്കിൽ ഖിസ്ത് ഒരു കൽപ്പനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുമ്പോഴും ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുമ്പോഴും അതിന്റെ അസ്ഥിവാരമായി അദിലിനെ, നീതിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഷ്ഠിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളായി വന്നിട്ടുള്ള ഖലീഫ വര്യന്മാർ അവരുടെ ഏറ്റവും വലിയ സവിശേഷതയായി അദിലിനെ അവർ ഉയർത്തിപ്പിടിക്കുന്നു. മുസ്ലിം സമൂഹത്തിനും ഇന്ന് മനുഷ്യ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആശയങ്ങളിലൊന്നാണ് ഈ നീതി എന്ന് പറയുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യ അളവിൽ കാണുക എന്നുള്ളതാണ് നീതി. ഇതിന് പല വശങ്ങളുമുണ്ട്. മനുഷ്യരുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട വശം, അവന്റെ ജീവിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അവന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അവന്റെ മൗലികമായ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ നീതിയുടെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അങ്ങനെ നീതിയുടെ പരിധിയിൽ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് സാമ്പത്തിക സന്തുലിതത്വം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനും ഇസ്ലാമും ഒരു സൊസൈറ്റിയെക്കുറിച്ചുള്ള വിഭാവനം ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നുണ്ട്. ഒരു സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്, ഒരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സമൂഹം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രം ഒരിക്കലും അപരിഷ്കൃതമായ രാഷ്ട്രമായിരിക്കുകയില്ല, അവികസിതമായിട്ടുള്ള രാഷ്ട്രമായിരിക്കുകയില്ല. പരിഷ്കൃതമായ ഒരു രാജ്യം, വികസിതമായ ഒരു രാജ്യം, ലോകത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളെയും സ്വാംശീകരിക്കുകയും സ്വന്തമാക്കുകയും അത് വികസിപ്പിച്ചെടുക്കുകയും വളർത്തിയെടുക്കുകയും
ലോകത്തെ മുഴുവൻ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയാണ് ഇസ്ലാമിന്റെ മുന്നിലുള്ളത്. ഒരു ഇസ്ലാമിക സമൂഹത്തിൽ സയൻസും ടെക്നോളജിയും വികസിച്ചുകൊണ്ടേയിരിക്കും. അതിനെ വികസിപ്പിക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഇസ്ലാമിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാവിധ കണ്ടുപിടുത്തങ്ങളെയും എല്ലാ ശാസ്ത്ര നിഗമനങ്ങളെയും സാങ്കേതിക വിദ്യകളെയും തടഞ്ഞു നിർത്തുന്ന യാഥാസ്ഥിതികമായ ഒരു കാഴ്ചപ്പാടല്ല ഇസ്ലാമിന്റെ സമൂഹ സങ്കല്പത്തിനുള്ളത്. മനുഷ്യൻ ക്രമപ്രവൃദ്ധമായി വികസിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ വാരി വിതറിയിട്ടുള്ളത്, ആ അനുഗ്രഹങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. എന്നിട്ട് മനുഷ്യന്റെ വളർച്ചയ്ക്കും മനുഷ്യ നാഗരികതയുടെ ഉയർച്ചയ്ക്കും വേണ്ടി അത് ഉപയോഗപ്പെടുത്തണം. വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് പറയുന്നുണ്ട്. ധൃതിപ്പെട്ട് പുറപ്പെടണം എന്ന് പറയുന്നുണ്ട്. വദറുൽ ബൈഅ, കച്ചവടം ഉപേക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫഇദാ ഖുദിയത്തിസ് സലാത്തു ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫളില്ലാഹ്, നമസ്കാരം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ തന്നെ കുത്തിയിരിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഫന്തശിറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കണം. വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് ഭൂമിയിൽ വാരി വിതറിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ഭൂമിയിലുള്ള ആ വിഭവങ്ങൾ സമാഹരിക്കാൻ, അതിലുള്ള ഗവേഷണങ്ങളും പര്യവേക്ഷണങ്ങളും നടത്തി പുതിയ പുതിയ കണ്ടെത്തലുകളിലൂടെ നിങ്ങളുടെ നാഗരികതയെയും സംസ്കാരത്തെയും വികസിപ്പിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. സയൻസിലും സാങ്കേതിക വിദ്യയിലും മാത്രമല്ല പുരോഗതി നേടേണ്ടത്, വ്യാപാരത്തിൽ പുരോഗതി വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി സ്ഥാപിച്ചതിന്റെ തൊട്ടുടനെ സ്ഥാപിച്ചത് ചന്തയാണ് എന്ന് നാം കേട്ടിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലെത്തിയ കച്ചവടക്കാരായ മുഹാജിറുകളായ ആളുകൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിൽ പ്രോത്സാഹനം നൽകിയിരുന്നു. മൊത്തം വിശ്വാസി സമൂഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനം നൽകിയിരുന്നു. കൃഷിയെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചു. മദീനാവാസികളുടെ, അൻസാരികളുടെ കൃഷിയിടങ്ങൾ മുഹാജിറുകൾക്ക് വീതിച്ചു കൊടുത്തുകൊണ്ട് കച്ചവടത്തിൽ മുൻകാല പരിചയമുണ്ടായിരുന്നില്ലാത്ത ആളുകൾക്ക് പോലും നല്ല വിളവെടുപ്പിന് സാഹചര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കൃഷിയെ ഒരു ആത്മീയ പ്രവർത്തനമായി റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. കാർഷിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താൽപര്യം കാണിച്ചിട്ടുണ്ട്. കാർഷിക വിഭവങ്ങളിൽ നിന്ന് ആളുകൾ കട്ടുകൊണ്ടുപോകുന്നതും പക്ഷികളോ മൃഗങ്ങളോ തിന്നുപോകുന്നതും ഉറുമ്പുകളും ഈച്ചകളും ഭക്ഷിക്കുന്നതും പോലും സദഖയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കാർഷിക വിളകളിലൂടെ വളർച്ചയുണ്ടാക്കണമെന്ന് മാത്രമല്ല, കാർഷിക പ്രവർത്തനങ്ങളിലൂടെ നാട്ടിന്റെ ജൈവ വൈവിധ്യം നിലനിർത്തണമെന്നുകൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യം വെച്ചു. വ്യവസായത്തിന്റെ വികാസത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു. നമ്മുടേതുപോലെ വ്യാവസായിക ഉൽപ്പന്നങ്ങളോ ഉൽപാദനോപകരണങ്ങളോ അന്ന് വികസിച്ചു വന്നിരുന്നില്ല. അന്ന് വ്യവസായം വളരെ പരിമിതമായ അർത്ഥത്തിൽ മാത്രമേ സംഭവിച്ചിരുന്നുള്ളൂ.
പക്ഷേ അന്നത്തെ പരിമിതമായ അർത്ഥത്തിലുള്ള വ്യാവസായികമായ വളർച്ചയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരണ നൽകി. ഇതിനൊക്കെ ഉള്ള തെളിവുകളും ഉദാഹരണങ്ങളും ഞാനിവിടെ വിശദീകരിക്കാത്തത് ഈ ആശയങ്ങൾ നമ്മുടെ മുമ്പിൽ നേരത്തെ ഉള്ളതുകൊണ്ടാണ്. മാത്രമല്ല ഇത്തരമൊരു ഖുത്ബ അതിന് സമയം അനുവദിക്കാത്തതുകൊണ്ടുമാണ്. വ്യക്തമായ തെളിവുകൾ, ചരിത്രത്തിന്റെ പിൻബലം ഞാൻ പറഞ്ഞ ആശയങ്ങൾക്കുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ച, കച്ചവടത്തിന്റെയും വ്യവസായത്തിന്റെയും കൃഷിയുടെയും വളർച്ച, അങ്ങനെ ഇസ്ലാമിക് സൊസൈറ്റി ഒരു ക്ഷേമ സമൂഹമായി മാറണം. മുസ്ലിം സമൂഹത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഏതൊരു സമൂഹവും അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും ക്ഷേമം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വികസിത സമൂഹമായി തീരണം എന്നുള്ളതായിരുന്നു ഇസ്ലാമിന്റെ സ്വപ്നം. ആ സ്വപ്നം പലപ്പോഴും പൂവണിഞ്ഞിരുന്നതായി ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ധാരാളം പ്രവിശ്യകളുണ്ടായിരുന്നു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ. പ്രവിശ്യകൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം ഓരോ പ്രവിശ്യയിലും സ്വീകരിക്കപ്പെടുന്ന സക്കാത്തിന്റെ ഒരു നിശ്ചിത വിഹിതം കേന്ദ്രത്തിലേക്ക് കൊടുത്തയക്കണം എന്നായിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചില പ്രവിശ്യകളിൽ നിന്ന് സക്കാത്ത് നിശ്ചിത വിഹിതത്തിൽ കൂടുതലായി കേന്ദ്രത്തിലേക്ക് വരാൻ തുടങ്ങി. ഖലീഫ ഉമർ പ്രവിശ്യയിലെ ഗവർണർക്ക് എഴുതി, നിങ്ങൾക്ക് നൽകിയ നിർദ്ദേശമനുസരിച്ച് നിങ്ങൾക്കുള്ള വിഹിതം അവിടെ തന്നെ ചെലവഴിക്കണം, ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടുന്ന യാതൊരാവശ്യവുമില്ല കേന്ദ്രത്തിലേക്ക്. പ്രവിശ്യയിലെ ഭരണാധികാരികൾ, ഗവർണർമാർ ഖലീഫ ഉമറിന് മറുപടി കൊടുത്തു, ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇവിടെ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ഒരു സംവിധാനം വന്നു ചേർന്നിരിക്കുന്നു, അതുകൊണ്ട് സക്കാത്തിന്റെ പകുതിയിൽ കൂടുതൽ വരുന്ന ഭാഗം ഞങ്ങൾ അങ്ങോട്ട് അയക്കാൻ നിർബന്ധിതരാണ്, ഞങ്ങളിത് ഇവിടെ സൂക്ഷിക്കുന്നില്ല. വീണ്ടും ഖലീഫ അവർക്ക് എഴുതുകയാണ്, നിങ്ങളുടെ നാട്ടിലൊരു പക്ഷേ പട്ടിണി മാറിയിട്ടുണ്ടായിരിക്കാം, ദാരിദ്ര്യം എടുത്തുമാറ്റുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കാം, പക്ഷേ നിങ്ങളുടെ നാട്ടിലെ പശ്ചാത്തല വികസനത്തിനു വേണ്ടി ആ തുക ഉപയോഗിക്കണം. റോഡുകൾക്ക് വേണ്ടി, തോടുകൾക്ക് വേണ്ടി, കുളങ്ങൾക്ക് വേണ്ടി, പൊതു ആവശ്യത്തിനുള്ള ലൈബ്രറികളുടെയും വായനശാലകളുടെയും നിർമ്മാണത്തിനു വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, കമ്മ്യൂണിറ്റി ഹാളുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ തുക ചെലവഴിക്കണം. അതിനും പ്രവിശ്യയിലെ ഭരണാധികാരി മറുപടി എഴുതുകയാണ്, അത്തരം ആവശ്യങ്ങളും ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആളുകളുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക മാത്രമല്ല ഞങ്ങൾ ചെയ്തത്, ഇന്നത്തെ ആവാസ വ്യവസ്ഥക്കനുസരിച്ച്, സാങ്കേതികമായ കണ്ടുപിടുത്തങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കുന്ന സ്വഭാവത്തിൽ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനവും ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്ന് പ്രവിശ്യയിലെ ഭരണാധികാരി മറുപടി പറയുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സാമൂഹ്യ ക്ഷേമം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം, വികസിതമായ, പരിഷ്കൃതമായ, സമ്പന്നമായ ഒരു രാഷ്ട്രം, ഒരു സമൂഹം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും സ്വപ്നവും എന്ന് നാം മനസ്സിലാക്കണം. ഒരിക്കലും സമ്പത്ത്, വികസനത്തിന്റെയും വളർച്ചയുടെയും ഗുണം സമ്പന്നരിൽ മാത്രം പരിമിതമാകുവാൻ ഇസ്ലാം ഇഷ്ടപ്പെട്ടില്ല. കൈലായകൂന ദൂലതം ബൈനൽ അഗ്നിയാഇ മിൻകും എന്നത് സമ്പത്തൊരിക്കലും നിങ്ങളിലുള്ള സമ്പന്നന്മാരുടെ കൈകളിൽ മാത്രം കറങ്ങുന്നതായിരിക്കരുത് എന്നത് ഇസ്ലാമിക സമ്പദ് ശാസ്ത്രത്തിന്റെ മൗലികമായ അടിത്തറയാണ്. മദീനക്ക് സമീപത്ത് താമസിച്ചിരുന്ന ബനു നദീർ ഗോത്രം അവിടെ നിന്ന് കുടിയിറക്കപ്പെടുകയുണ്ടായി.
അവരുമായി പ്രവാചകൻ ചെയ്തിരുന്ന കരാറ് ലംഘിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തെ പിന്നിൽ നിന്ന് കുത്തിയപ്പോൾ അവിടെ നിന്ന് അവരെ കുടിയിറക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിതമാവുകയായിരുന്നു. കുടിയിറക്കി കഴിഞ്ഞതിന് ശേഷം അവരുടെ കൃഷിയിടങ്ങളും സമ്പത്തും രാഷ്ട്രത്തിന്റെ സ്വത്തായി മാറി. രാഷ്ട്രത്തിന്റെ സ്വത്തായി മാറിയപ്പോൾ പഴയ സ്വഭാവമനുസരിച്ച് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഒന്നുകിൽ, അല്ലെങ്കിൽ കുടിയിറക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളുകൾക്ക് മാത്രം വീതിച്ചു നൽകേണ്ടതാണ്. പക്ഷേ അങ്ങനെയല്ല അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായത്. അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായത് അഗതികൾക്കും അനാഥർക്കും യാത്രക്കാർക്കും രാജ്യത്തിന്റെ പൊതു ആവശ്യങ്ങൾക്കും വേണ്ടി അത് നിജപ്പെടുത്തുക എന്ന തീരുമാനമാണ് അള്ളാഹുവിങ്കിൽ നിന്നുണ്ടായത്. ഈ തീരുമാനം വരുന്നതോടുകൂടി ആ സമ്പത്ത് പാവപ്പെട്ടവരുടെ സമ്പത്തായി തീരുകയാണ്, അനാഥരായ ആളുകളുടെ സമ്പത്തായി തീരുകയാണ്. പാവപ്പെട്ടവർക്കും അനാഥർക്കും ആ സമ്പത്ത് ലഭിക്കുന്നതോടുകൂടി ആ സമ്പത്തിന്റെ ഭാവിയിലുള്ള വിതരണവും ക്രമപ്പെടുത്തപ്പെടുകയാണ്. അവരുടെ പിൻഗാമികൾക്കാണ് പിന്നീട് ആ സമ്പത്ത് പോകുന്നത്. ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ സമ്പത്ത് കുന്നുകൂടുന്നില്ല. സമ്പത്ത് ജനങ്ങളുടെ വികാസത്തിനനുസരിച്ച് പല ആളുകളിലേക്കായി കൈമാറ്റം ചെയ്യപ്പെടുകയും സമ്പത്ത് വികസിച്ച് ജനങ്ങളിലേക്ക് നീങ്ങുകയുമാണ് ചെയ്യുന്നത്. ഈ സന്ദർഭത്തിലാണ് കൈലാ യകൂന ദൂലതം ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ധനികന്മാരിൽ മാത്രം സമ്പത്ത് കുന്നുകൂടാതിരിക്കുവാനാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമിക സമ്പദ്ഘടനയുടെ ഏറ്റവും മൗലികമായ ഒരു തത്വമാണിത് എന്നാണ്. ഏതൊരു സബബുൻ നുസൂലിന്റെ പശ്ചാത്തലത്തിലാണോ ഇത് പറഞ്ഞിട്ടുള്ളത്, ആ സബബുൻ നുസൂലിൽ മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല ഇത്, മറിച്ച് ഇത് ഇസ്ലാമിക സമ്പദ്ഘടനയുടെ മൗലികമായ ഒരു തത്വമാണ്. ഈ തത്വമനുസരിച്ചാണ് ഇസ്ലാമിന്റെ മുഴുവൻ സമ്പദ്ഘടനയുമുള്ളത്, സാമ്പത്തിക നിയമങ്ങളുമുള്ളത്. പലിശ ഒറ്റവാക്കിൽ പറയാം, ദരിദ്രന്മാരിൽ നിന്ന് ധനികരിലേക്ക് സമ്പത്ത് വലിഞ്ഞുകൂടുന്ന ഒരു ഏർപ്പാടാണ് പലിശ. എന്റെ കയ്യിൽ 100 രൂപയുള്ളപ്പോഴാണ് 100 രൂപയില്ലാത്ത നിങ്ങൾക്ക് ഞാൻ കടം തരുന്നത്. പക്ഷേ 100 രൂപ കയ്യിലില്ലാതിരുന്ന നിങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചു വാങ്ങുന്നത് 110 രൂപയാണെങ്കിൽ ആ 10 രൂപ ദരിദ്രനായ നിങ്ങളിൽ നിന്ന് ധനികനായ എന്നിലേക്ക് സമ്പത്ത് വരികയാണ് ചെയ്യുന്നത്. പ്രകൃതി വിരുദ്ധമായ ഒരു ഒഴുക്കാണ് സമ്പത്തിന്റെ, താഴെ നിന്ന് മേലോട്ടുള്ള ഒഴുക്ക്. സമ്പന്നൻ കൂടുതൽ സമ്പന്നനാകാനും ദരിദ്രൻ കൂടുതൽ ദരിദ്രനാകാനുമുള്ള മാർഗമാണ് പലിശ. അതുകൊണ്ട് ഇസ്ലാം പലിശയെ നിശ്ചിതമായി വിമർശിച്ചു. യംഹഖുല്ലാഹു റിബ, പലിശയെ അല്ലാഹു തുടച്ചു മാറ്റുന്നു, വൈപ്പ് ഔട്ട് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. തുടച്ചു മാറ്റിക്കളയും. ഇസ്ലാമിക സാമൂഹ്യ ഘടനയിൽ പലിശയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഒരാൾ മരിച്ചാൽ അയാളുടെ മൂത്ത പുത്രനിലേക്ക് അല്ലെങ്കിൽ മൂത്ത ജാമാതാവിലേക്ക്, മരുമകനിലേക്ക് സമ്പത്ത് പോകുന്ന രീതിയല്ല ഇസ്ലാമിലുള്ളത്. അങ്ങനെയെങ്കിൽ സമ്പത്തിന്റെ അശാസ്ത്രീയമായ ഒരു വിഭജനമാകുമായിരുന്നു അത്. പക്ഷേ ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ മക്കൾക്ക്, അയാളുടെ ഭാര്യയ്ക്ക്, അയാളുടെ വാപ്പയ്ക്ക്, ഉമ്മയ്ക്ക്, ചില സന്ദർഭങ്ങളിൽ സഹോദരന്മാർക്ക്, ചില സന്ദർഭങ്ങളിൽ സഹോദരപുത്രന്മാർക്ക്, ഒരാൾ മരിക്കുന്നതോടുകൂടി അയാളുടെ സമ്പത്ത് പലതായി വിഭജിക്കപ്പെടുകയാണ്.
പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോവുകയാണ്. ആ ചിതറിപ്പോകുന്ന സമ്പത്താണ് ഏറ്റവും ഉപയുക്തതയുള്ള സമ്പത്ത്. ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ കുന്നുകൂടുന്ന സമ്പത്ത് ഉപയുക്തത കുറഞ്ഞ സമ്പത്താണ്. ധാരാളം ആളുകളിലേക്ക് വിഭജിക്കപ്പെടുന്ന, ദരിദ്രരിലേക്ക് ചെന്നെത്തുന്ന സമ്പത്താണ് യഥാർത്ഥത്തിൽ ഉപയുക്തതയുള്ള സമ്പത്ത്. ഇതാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം അനന്തരാവകാശത്തിലൂടെ ഇവിടെ സാർത്ഥകമാവുകയാണ്. നിങ്ങൾ പലപ്പോഴും സ്വന്തമായ കുറ്റങ്ങൾ ചെയ്യും. ആരോടുമല്ല കുറ്റം. നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പോരായ്കയാണ്. ചിലപ്പോൾ കാരണമില്ലാതെ, ചിലപ്പോൾ കാരണത്തോടുകൂടി. ചിലപ്പോൾ നിങ്ങൾ വികാരത്തിനടിപ്പെട്ട് സ്വന്തം ഭാര്യയുമായി റമദാനിന്റെ പകലിൽ സംസർഗം പുലർത്തി എന്ന് വരും. ഇത് ഗൗരവമായിട്ടുള്ള ഒരു തെറ്റാണ്. പക്ഷെ ആ തെറ്റുകൊണ്ട് സമൂഹത്തിനൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹക്കുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് ആ കുഴപ്പം. പക്ഷേ അല്ലാഹു അതിന് പ്രായശ്ചിത്തം വിധിക്കുന്നത് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ പാവങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് അല്ലാഹുവിന്റെ ഹക്കിൽ ചെയ്യുന്ന ഒരു കുറ്റത്തിനു പോലും പ്രായശ്ചിത്തം ജനങ്ങൾക്ക് നൽകുന്ന സംഭാവനകളാണ്. അതുപോലെ ജനങ്ങളോട് ചെയ്യുന്ന പല കുറ്റങ്ങൾക്കും പ്രായശ്ചിത്തമായി വിധിച്ചിട്ടുള്ളത് പാവങ്ങൾക്ക് സംഭാവന നൽകുക എന്നുള്ളതാണ്. ഒരു ദിവസം നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം നൽകണമെന്ന്. അതായത് സമ്പന്നരിൽ നിന്ന് ചെറിയ ചെറിയ അരുവികൾ, വലിയ വലിയ തോടുകൾ, പുഴകൾ, നദികൾ പാവങ്ങളിലേക്ക് സമ്പത്തൊഴുകി വരുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കീറി ശരിപ്പെടുത്തിയിരിക്കുകയാണ്. മുതലാളിമാരിൽ നിന്ന് സമ്പത്ത് കീഴോട്ടൊഴുകണം. യുദ്ധാനന്തര മുതലുകളെ സംബന്ധിച്ച ഇസ്ലാമിന്റെ വിധി, സ്വത്തുക്കളെക്കുറിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള സ്വത്തുക്കളെക്കുറിച്ച ഇസ്ലാമിന്റെ വിധി, പ്രായശ്ചിത്തത്തെക്കുറിച്ച ഇസ്ലാമിന്റെ വിധി, പലിശയെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ തീരുമാനം എല്ലാം തന്നെ സമ്പത്ത് ധനികരിൽ മാത്രം കുന്നുകൂടാതിരിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. ലഭ്യമായിട്ടുള്ള മുഴുവൻ അവസരങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമ്പത്തില്ലാത്ത താഴ്വാരങ്ങളിലേക്ക്, പാവങ്ങളിലേക്ക്, ദരിദ്രന്മാരിലേക്ക് അത് ചെന്നു ചേരണം എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ്. അതിനു പുറമെയാണ് പൊതുവായ നിർദ്ദേശങ്ങൾ. ഇക്റാമുൽ യതീം, നിങ്ങൾ അനാഥയെ ബഹുമാനിക്കണം. കേവലമായ ഒരു ദാനമല്ല. അനാഥയായ ഒരു കുട്ടിയെ നിങ്ങൾ ബഹുമാനിക്കണം. ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ ആ കുട്ടിക്കും അത് അനുഭവിക്കാൻ കൊടുക്കണം. നിങ്ങളുടെ മുണ്ട് മുറുക്കിയുടുത്തുവെങ്കിലും അവന്റെ വയർ നിങ്ങൾ നിറക്കണം. അവനോടുള്ള ബഹുമാനമാണത്. നിങ്ങൾ കീറിയതുടുത്തെങ്കിലും നിങ്ങൾ പുതുമയുള്ളത് അവനെ ധരിപ്പിക്കണം. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ അനാഥരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളത് എന്തൊരക്രമമാണ്. അതുപോലെ തന്നെ അഗതികളായ ആളുകൾക്ക് ഭക്ഷണം നൽകണം. ചോദിക്കുന്നവർക്ക് കൊടുക്കണം. ചോദിക്കുന്നവർക്കും ജീവിതമാർഗം നിഷേധിക്കപ്പെട്ടവർക്കും നിങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ട്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വിശാലമായ കൽപ്പനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നിർവഹിച്ച 1-ാം തീയതി മുതൽ സകാത്തിനെ കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. മദീനയിൽ സകാത്തിന്റെ വ്യവസ്ഥകൾ ക്രോഡീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമല്ല സകാത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിച്ചത്. വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളിലും നമുക്ക് ഖുർആനിന്റെ ഈ വർത്തമാനം കാണാൻ കഴിയുന്നതാണ്.
പല സൂറത്തുകളിലും നമുക്ക് കാണാൻ കഴിയും. മക്കയിൽ അവതീർണമായിട്ടുള്ള സൂറത്തിൽ സകാത്തിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മദീന ജീവിതത്തിലെ 2ാം വർഷമാണ് സകാത്തിന്റെ വ്യവസ്ഥകൾ തയ്യാറായിട്ടുള്ളത്. മക്കയിൽ വെച്ച് തന്നെ വിശ്വാസികളായ ആളുകൾക്ക് സകാത്ത് നിർബന്ധമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട്, മുഹദ്ദിസുമാരുണ്ട്, മുഫസ്സിറുകളുണ്ട്, മുഅർരിഖുമാരുണ്ട്, ചരിത്രകാരന്മാരുണ്ട്. കാരണം അന്ന് തന്നെ സകാത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ, സകാത്ത് എന്ന വാക്കുപയോഗിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ വളരെ കൃത്യമായ പരാമർശങ്ങൾ. പക്ഷേ വ്യവസ്ഥകൾ ഉണ്ടാകുന്നത് മക്കയിൽ വെച്ച്, മദീനയിൽ വെച്ചാണ്. മദീനയിൽ വെച്ച് വ്യവസ്ഥകൾ ഉണ്ടാക്കിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു വിട്ടുവീഴ്ചയും സകാത്തിൽ നടത്തിയിട്ടില്ല. യാതൊരു വിട്ടുവീഴ്ചയും സകാത്തിൽ നടത്തിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ് ആദ്യം ഒരാളോട് പറയേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അടിസ്ഥാന വാക്യങ്ങളാണ് ആളുകളെ പഠിപ്പിക്കേണ്ടത്. ആ അടിസ്ഥാന വാക്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ്. ഈ 5 നേരത്തെ നമസ്കാരവും അംഗീകരിക്കാൻ ഒരാൾ സന്നദ്ധമായാൽ പിന്നെ അവരോട് പറയേണ്ടതെന്നാണ് ഫഅലിംഹു അന്നല്ലാഹ തആല ഫറള അലൈഹിം സദഖ തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം. അസ്സലാത്തു വസ്സകാ, അസ്സലാത്തു വസ്സകാ, നമസ്കാരവും സകാത്തും, നമസ്കാരവും സകാത്തും. ഈ ക്രമം ആരോ അട്ടിമറിച്ചിരിക്കുന്നു. ഏതോ പുരോഹിതൻ ഉള്ളിൽ കടന്ന് ഈ ക്രമത്തെ അട്ടിമറിച്ചിരിക്കുന്നു. നമ്മൾ പറയുന്നു നിക്കാരോ നോമ്പു, നിക്കാരോ നോമ്പു. അല്ലാഹു പറയുന്നു അസ്സലാത്തു വസ്സകാ, അസ്സലാത്തു വസ്സകാ. നമസ്കാരത്തിന് ശേഷം സലാത്താണ്, നമസ്കാരത്തിന് ശേഷം നോമ്പല്ല. നമസ്കാരത്തെയും സകാത്തിനെയും ആരെങ്കിലും പരസ്പരം വിഭജിച്ചു കഴിഞ്ഞാൽ, രണ്ടിനും 2 പ്രാധാന്യമാണ് എന്ന് ആരെങ്കിലും സൂചിപ്പിച്ചു കഴിഞ്ഞാൽ, അത് രണ്ടും 2 ഹുക്കുമുകളാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് യുദ്ധം വരെയുള്ള ഏർപ്പാടുകൾ ചെയ്യാം എന്ന് സഹാബികൾ ഇജ്മാ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് സലാത്തിനെ പോലെ തന്നെയാണ് സകാത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സകാത്തിന്റെ ഫിഖ്ഹിനെ സംബന്ധിച്ച്, അതിന്റെ കർമ്മശാസ്ത്രത്തെക്കുറിച്ച് ഇന്നൊന്നും പറയുന്നില്ല. കർമ്മശാസ്ത്രങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ ലഭ്യമാണ് ആ വിഷയത്തിൽ. അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഈ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവുന്നില്ല. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഒരു വിശാലതയാണ്. നമ്മുടെ ഈമാനിന്റെ ശക്തി അനുസരിച്ച്, ഇസ്ലാമിന്റെ തത്വങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നതിന്റെ സാന്ദ്രതയനുസരിച്ച് നമുക്ക് സ്വീകരിക്കാവുന്ന വിശാലമായ കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ സകാത്തിനെ സംബന്ധിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ഞാൻ ഓതിവെച്ച ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ സാധനങ്ങളെല്ലാം ലോഹങ്ങളാക്കി, ആ ലോഹങ്ങൾ നരകത്തിന്റെ തീയിലിട്ട് പഴുപ്പിച്ച് നിങ്ങളുടെ മുതുകുകളിലും പാർശ്വഭാഗങ്ങളിലും നെറ്റിത്തടങ്ങളിലും അല്ലാഹു വെക്കും, ചൂടുവെക്കും. എന്നിട്ട് പറയും, അനുഭവിച്ചുകൊള്ളൂ, ഹാദാ മാ കനസ്തും, നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ച സ്വത്താണിത്. ഈ സ്വത്ത് നിങ്ങൾക്കെങ്ങനെ ഉപകാരപ്പെടുന്നു എന്ന് നിങ്ങൾ നോക്കുക, അനുഭവിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ചുട്ടെടുക്കപ്പെട്ട ഈ ലോഹങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ചൂടുവെക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂക്തമാണ് ഞാൻ നിങ്ങളെ ആദ്യമായി ഓതി കേൾപ്പിച്ചത്.
സഹോദരന്മാരെ, സഹോദരിമാരെ, തീ കൊണ്ടാണ് കളിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തീ കൊണ്ടാണ് കളിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.